അപ്പൊ ഇന്ന് ചെസ്റ്റിന് ട്രൈസ് പഠിക്കണ്ടേ? സത്യം പറഞ്ഞാൽ കുറച്ചാളായി ചെസ്റ്റ് അടിച്ചിട്ട്, പക്ഷെ ഇന്ന് പവർ ആക്കണം. അപ്പൊ അങ്ങനെ വാമപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ബെഞ്ച് പ്രസ് ചെയ്തു. ബെഞ്ച് പ്രൈസ് ലൈറ്റ് വരെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചാളായല്ലോ ചെയ്തിട്ട്. അതെ. അപ്പോൾ ബെഞ്ച് പ്രസ് കഴിഞ്ഞു, പിന്നെ ഫ്ലൈസ് അടിച്ചു, പിന്നെ ഇംഗ്ലണ്ട്. അപ്പോൾ ഈ 3 വർക്കൗട്ട് ചെയ്യുമ്പോൾ സാധാരണ ഒരു 4 ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് കുറച്ച് ലൈറ്റാക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ട്രൈസപ്പിന് തുടങ്ങി. ട്രൈസപ്പിന് ഹെഡ് ഓവർ ചെയ്തു. ഹെഡ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മാഷുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആള് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണെങ്കിലും ഞങ്ങൾ നല്ല കമ്പനി. അപ്പോൾ ആൾ കുറച്ച് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തു അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്, ഞാൻ ഇപ്പോൾ ഓർക്കണം അയച്ചു കൊടുത്തില്ലേ, അയച്ചു കൊടുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിക്ക് ബാക്ക് അടിച്ചു. കിക്ക് ബാക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ടൈറ്റ് ആയി എൻ്റെ ട്രൈസപ്പ്. ഈ കാണാൻ ഡൗണ്ടല്ലോ, ഈ ഡവുകാരനാണ് എൻ്റെ ജിമ്മ് വരാൻ തുടങ്ങിയത്. 10ാം ക്ലാസ്സിൽ ഇവനെ എപ്പോഴും വിളിക്കാനെ എന്നിട്ട് ഇവിടെ വെക്കേഷൻ ആകുമ്പോൾ ജിമ്മ് എന്ന് പറയും. പിന്നെ എനിക്ക് ഭ്രാന്തായി ജിമ്മിന്. ഇതിപ്പോൾ എത്ര ഒരു 1.5 വർഷമായി, അല്ല ഒരു വർഷമായി. ഇപ്പോഴും ഭ്രാന്ത് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ നോർമൽ ഡിപ്സ് അടിച്ച് ഇങ്ങനത്തെ വർക്കൗട്ട് തീർത്തു. പിന്നെ പുഷ് ഡൗൺ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ പാടുന്നത്. അപ്പം അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞ് ട്രൈസപ്പ് കഴിഞ്ഞു. നല്ലോണം പമ്പ് കയറിയായിരുന്നു. ആ ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് ചെസ്റ്റ്. പിന്നെ ട്രൈസപ്പ് അത്യാവശ്യം ഉണ്ടായിട്ട് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് തീർത്തു. ഈ പുതിയ വീഡിയോ കാണാം. ബൈ.